ഷോൺ സാർ നമസ്കാരം. മുനമ്പത്തും കേരളത്തിലും ഇന്ത്യയിലുമായി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വഖഫിനെ കേന്ദ്ര സർക്കാർ പൂട്ടിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് JPC നിർദ്ദേശങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിരിക്കുന്നു രാജ്യസഭ. പക്ഷേ ഇന്നലെ രാജ്യസഭയിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന, ഇവിടുത്തെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന ഒരു അനീതിക്കെതിരായിക്കൊണ്ട് നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെന്റിനെതിരെ അട്ടഹസിക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ വലിയ ബഹളമുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ രാജ്യസഭയിൽ കണ്ടത്. ഇതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരോടൊപ്പമാണ് കേരളത്തിലെ ഈ ഇന്ത്യ മുന്നണിയും ആളുകളും ഒക്കെ നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. നമ്മള് ഈ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രീണന രാഷ്ട്രീയം ഇനി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമം ഇവിടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ 12 വർഷമായി. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ ഒരു സാധാരണക്കാരന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമം നിലനിൽക്കുകയാണ്. അവര് പറയുന്ന ഭേദഗതികൾക്കപ്പുറത്തേക്ക് ഈ ബില്ലിൽ ആവശ്യമായി എന്തെങ്കിലും ഉണ്ട് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എതിർപ്പിന് നമുക്ക് മുഖം കൊടുക്കാൻ കഴിയും. ഈ ബില്ലിനെ അപ്പാടെ എതിർക്കുക, ഈ ഭേദഗതി ബില്ലിനെ തുടക്കം മുതൽ നമുക്കറിയാം. ഈ മുനമ്പം വിഷയം വരുന്നതിന് മുമ്പേ വഖഫ് ഭേദഗതി നിയമം ചർച്ചയിലാണ്. മുനമ്പം സമരം തുടങ്ങിയതിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കണം. ആ ബില്ല് നമ്മുടെ നിയമസഭയിലോട്ട് നമ്മളെ MLA-മാരെ പറഞ്ഞു വിടുന്നത് നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമനിർമ്മാണം നടത്തേണ്ട സഭയിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയിട്ട് അവർ ഈ ബില്ല് തള്ളണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രമേയം പാസാക്കിയ രസമുണ്ടായി. ഇത് മുസ്ലിം സമുദായത്തിനും മുസ്ലിം സമൂഹത്തിനും ഗുണകരമാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ബില്ല് പ്രാവർത്തികമാകുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള വഖഫ് സ്വത്തുക്കൾ കൃത്യമായി സംരക്ഷിക്കപ്പെടാനുള്ള നടപടികൾ ഈ ബില്ലിനകത്തുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജിജുവായിട്ട് എനിക്ക് സംസാരിക്കാനും ഇടപെടാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും, ഞാൻ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് കൂടുതൽ എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം അഭിഭാഷകർ എനിക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതെല്ലാം ബില്ലിൽ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി. ഞാൻ പറഞ്ഞത് അത്രയേറെ സുതാര്യമായി, ഞാൻ പറഞ്ഞ 12 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഈ വഖഫിനുണ്ട്. ഒരു വർഷം 12,000 കോടി രൂപ അതുവഴി വരുമാനം വരേണ്ടതാണ്. 2023-24 കണക്ക് പ്രകാരം ഈ 12,000 കോടി വരേണ്ടിടത്ത് ആകെ വഖഫ് ബോർഡിന്റെ വരുമാനം 91 കോടി രൂപയാണ്. വഖഫ് ബോർഡിന്റെ പേരിൽ വഖഫിന്റെ പേരിൽ ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കുറെ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുകയാണ്. 30 വഖഫ് ബോർഡുകൾ, അതിന്റെ വഖഫ് ബോർഡ് സ്ഥിരം കുറെ മെമ്പർമാർ, അവര് വസ്തുക്കൾ വാങ്ങിക്കുന്നു, ലേലം ചെയ്യുന്നു, മറിച്ചു വിൽക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, പാവങ്ങളായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള വഖഫ് ബോർഡ് സ്വത്ത് ബാംഗ്ലൂരിലെ 1800 ഏക്കർ സ്ഥലമാണ് കൊമേഴ്ഷ്യൽ പ്ലോട്ടാക്കി മാറ്റിയത്. സ്ത്രീകൾക്കും കുട്ടികളുടെയും വിദ്യാഭ്യാസ ഉന്നമനത്തിനും വേണ്ടി വഖഫ് ചെയ്ത മുസത്ത് എന്തിനാണ് കൊമേഴ്ഷ്യലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഞാൻ ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു ചുമ്മാ ഒരു ഉദാഹരണം പറയാം. മുനമ്പത്ത് 1975 കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജ് ആണ് എന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ വിശ്വാസ്യതയിലാണ് 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ മുനമ്പം ജനത ഫാറൂഖ് കോളേജിന്റെ ഇത് പണം കൊടുത്ത വസ്തു വാങ്ങിയിരുന്നു. ആണല്ലോ, അത് സംശയമില്ലല്ലോ. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയെ, ഒരു ഹൈക്കോടതിയുടെ ഉത്തരവിനെ വിശ്വസിച്ച് വാങ്ങിച്ചവർക്ക്
അതിന്റെ ഓണർഷിപ്പ് നഷ്ടമായി, അതിന്റെ പൊസഷൻ നഷ്ടമായി, അതിന്റെ സിവിൽ റൈറ്റ്സ് നഷ്ടമായെങ്കിൽ കോടതിക്ക് മുകളിൽ നിൽക്കുന്ന സെക്ഷൻ 40 എന്ന നിയമത്തിന്റെ സാധുതയാണ് വഖഫ് ബോർഡ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ വഖഫ് ഭേദഗതി 1995-ലെയും 2013-ലെയും അമെന്റ്മെന്റ് വഴി കേരളത്തിൽ ഇന്ത്യയിലെ ഏത് നിയമത്തെയും മറികടക്കുവാനുള്ള അവകാശങ്ങൾ വഖഫ് ബോർഡിന് ലഭിച്ചിരിക്കുന്നു. അത് തിരുത്തപ്പെടേണ്ടതല്ലേ? നമുക്കറിയാം, നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് പൊസഷൻ, നമുക്ക് ഇപ്പോൾ താങ്കളുടെ ഭൂമി എൻ്റെ കയ്യിൽ 12 വർഷമായി എൻ്റെ പൊസഷൻ എൻ്റെ കൈവശം ഇരിക്കുകയാണെങ്കിൽ എനിക്കത് എൻ്റേതാണെന്ന് ക്ലെയിം ചെയ്യാം. അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശമാണ്. ഒരു സർക്കാർ ഭൂമി എൻ്റെ കൈവശം ഇരിക്കുകയാണ്, 30 വർഷമായിട്ട് എൻ്റെ കൈവശം ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അത് ക്ലെയിം ചെയ്യാം. 125 വർഷമായിട്ട് കൈവശമുള്ള ഭൂമിക്ക് വേണ്ടി അത് വില കൊടുത്ത് വാങ്ങിയതിന് ശേഷമാണ് മുനമ്പം ജനത ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? ഭേദഗതിയിൽ സെക്ഷൻ 147 ആണെന്ന് എനിക്ക് തോന്നുന്നു. സെക്ഷൻ 147 അനുസരിച്ച് അഡ്വേഴ്സ് പൊസഷൻ അല്ലെങ്കിൽ കൈവശ അവകാശം നിയമം വഖഫ് ഭൂമികൾക്ക് ബാധകമല്ല എന്ന ഭേദഗതി കോൺഗ്രസ് കൊണ്ടുവന്നു. അപ്പോ അവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നവർക്കും ഒരവകാശമില്ല. അങ്ങനെ 125 വർഷമായി അവിടെ താമസിക്കുന്ന മുനമ്പം ജനത ആ പ്രസിദ്ധിയിലേക്ക് വന്നു. ആ സെക്ഷൻ എടുത്ത് കളയണ്ടേ? ഒരു വഖഫ് ഭൂമി വഖഫ് ബോർഡിന് തങ്ങളുടേതാണെന്ന് തോന്നാൻ വ്യക്തമായ കാരണമുണ്ടായാൽ അത് തങ്ങളുടേതായി മാറുമെന്ന് പറയുന്ന സെക്ഷൻ 40 എടുത്ത് കളയണ്ടേ? ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്, സമുദായങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ നിലനിൽപ്പിന് ഇവിടെ ഒരു പക്ഷം മാത്രമായി ചില വ്യവസ്ഥകൾ മാറുമ്പോൾ അതിനെ തിരുത്തേണ്ട ആവശ്യത്തിന് ഈ ഭേദഗതി നിയമം ഇന്ന് ഈ രാജ്യത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട കാര്യമാണ്. വിവരമുള്ള ഇസ്ലാം സർ, അതില് പല ആളുകളും പറയുന്നത് ഈ വഖഫ് ബോർഡ് തന്നെ ആവശ്യമുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. കാരണം മറ്റുള്ളവരുടെ മേലേക്ക് അങ്ങ് പറഞ്ഞതുപോലെ കോടതിക്കും മുകളിൽ നിൽക്കുന്ന ഒരു നിയമം എടുത്ത് പാസ്സാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു വിധത്തിലും പരിഗണനയും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കി വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വഖഫ് ബോർഡ് എന്നുള്ളത് പോലും ചോദ്യങ്ങൾ വലിയ വിധത്തിൽ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാ അഭിപ്രായക്കാരും തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, വഖഫ് സ്വത്തുക്കൾ നമുക്ക് ഇനിയും ആവശ്യമുള്ള ഇനിയും വഖഫ് ചെയ്യപ്പെടുന്ന സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ നിയന്ത്രിക്കാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു ബോർഡ്, അതിനപ്പുറത്തേക്ക് അധികാരങ്ങൾ ഇതിന് ആവശ്യമില്ല. അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനും കൃത്യമായ വ്യവസ്ഥയിലൂടെ അത് അഴിമതിരഹിതമായി വഖഫിന്റെ ഉദ്ദേശം, അല്ലെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള വഖഫ് എന്ന വാക്കിന്റെ ഉദ്ദേശം സബലീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംവിധാനം മാത്രമേ വഖഫ് ബോർഡിന് ആവശ്യമുള്ളൂ. അവിടെ നിയമവ്യവസ്ഥ കൊണ്ടുവന്ന് അവർക്ക് അനാവശ്യമായ അധികാരങ്ങൾ കൊടുക്കുന്ന എല്ലാ സംവിധാനവും എടുത്തു കളയണമെന്ന് തന്നെയാണ് നമ്മളും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുകാരുടെ സങ്കടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ, ഇന്ന് നാളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്ക, ഇത്തരം ആശങ്കകൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഒപ്പം ഈ പറയുന്ന പല സ്നേഹങ്ങളും അഭിനയിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും നമുക്ക് വ്യക്തമായി എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.